നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ 2020 ക്രിക്കറ്റിൽ തൻ്റെ സ്ഥാനം സുവർണ അക്ഷരങ്ങളാൽ എഴുതിച്ചേർത്ത മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിലെ കനലായ സഞ്ജു സാംസണിനെ കുറിച്ച് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന അയർലൻഡ് പര്യടനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജുവും ഇന്ത്യൻ ടീമും. 26, 28 തീയതികളിലായി നടക്കുന്ന 2 2020 മത്സരങ്ങൾക്കായി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് സഞ്ജുവിന്റെ ഭാവിയെയും കരിയറിനെയും കുറിച്ച് പ്രമുഖ ജ്യോതിഷി നടത്തിയിരിക്കുന്ന ഒരു പ്രവചനം സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അഭിവേദിക് ആസ്ട്രോ എന്ന എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവന്ന ഈ ഗ്രഹനില പ്രവചനം സഞ്ജു ആരാധകരെ സംബന്ധിച്ച് ഒട്ടും സന്തോഷം നൽകുന്ന ഒന്നല്ല. ധോണിയെയോ രോഹിത് ശർമ്മയെയോ സൂര്യകുമാർ യാദവിനെയോ പോലെയുള്ള ഒരു ക്ലാസിക് ക്യാപ്റ്റന്റെ ഗ്രഹനിലയല്ല സഞ്ജുവിനുള്ളതെന്നും വരാനിരിക്കുന്ന 2026 മുതൽ 29 ജനുവരി വരെയുള്ള കാലയളവ് സഞ്ജുവിന്റെ ഫോമിൽ വലിയ ഇടിവുണ്ടാക്കുമെന്നാണ് ഈ പ്രവചനത്തിൽ പറയുന്നത്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിളങ്ങി CSKയ്ക്ക് വേണ്ടി IPL സെഞ്ചുറികൾ അടിച്ചു തകർത്ത സഞ്ജുവിന്റെ ജാതകത്തിൽ ഇങ്ങനെയൊരു തിരിച്ചടിയോ? എന്താണ് ഈ ജ്യോതിഷ പ്രവചനത്തിന് പിന്നിലെ സത്യം? സഞ്ജുവിന്റെ ഗ്രഹനിലയിൽ രാഹുവും ശനിയും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസം നടക്കുന്ന അയർലൻഡ് പരമ്പരയിലും വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലും സഞ്ജുവിന്റെ വിധി എന്താകും? സ്പോർട്സ് പിച്ചിന്റെ ഈ പ്രത്യേക വിശകലനത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. IPLലെ കഠിനമായ മത്സരങ്ങൾക്ക് ശേഷം ലഭിച്ച ചെറിയൊരു ബ്രേക്കിന് സമാപ്തി കുറിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ വീണ്ടും നീലക്കുപ്പായമണിയാൻ ഒരുങ്ങുന്നത്. ഈ മാസം അവസാനം അയർലൻഡിൽ നടക്കുന്ന 2 മത്സരങ്ങളുടെ 2020 പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം തന്റെ സ്ഥാനം ഇന്ത്യൻ ടീമിൽ താൽക്കാലികമല്ല, മറിച്ച് സ്ഥിരമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടാനുള്ള അവസരമാണിത്. ഇത്തവണ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളുണ്ട്. കൗമാര സെൻസേഷനായ വൈഭവ് സൂര്യവംശി ആദ്യമായി സീനിയർ ടീമിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. യുവതാരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ടെങ്കിലും ടീമിന്റെ സീനിയർ ബാറ്ററും വിശ്വസ്തനുമായ സഞ്ജു സാംസൺ തന്നെയായിരിക്കും പ്ലേയിങ് 11-ൽ പ്രധാന ആകർഷണം. മുൻപ് അയർലാൻഡ് മണ്ണിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജു അവിടെ വീണ്ടും ഒരു റൺവേട്ട നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അത്തരം വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നവരിൽ പ്രധാനി സഞ്ജു തന്നെയാണ്. എന്നാൽ ഈ സുപ്രധാനമായ കരിയർ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ നായക സ്ഥാനത്തെയും ഫോമിനെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജ്യോതിഷ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ആരാധകരിൽ നേരിയ ആശങ്ക പടർത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. നമുക്ക് ആ ജ്യോതിഷ പ്രവചനത്തിലേക്ക് കൃത്യമായി ഒന്ന് കണ്ണോടിക്കാം. അഭിവേദിക് ആസ്ട്രോ എന്ന അക്കൗണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിന്റെ കരിയറിൽ വരും വർഷങ്ങളിൽ വലിയ പരീക്ഷണങ്ങളാണ് കാത്തിരിക്കുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജുവിന്റെ ഗ്രഹനിലയിലെ ചില പ്രത്യേക മാറ്റങ്ങളാണ്. തുലാം രാശിയിലെ ദുർബലനായ സൂര്യൻ. സഞ്ജുവിന്റെ ഗ്രഹനിലയിൽ തുലാം രാശിയിൽ സൂര്യൻ വളരെ ദുർബലനായാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം നിഴൽ ഗ്രഹമായ രാഹുവും കൂടിയിരിക്കുകയാണ്. ജ്യോതിഷപ്രകാരം സൂര്യൻ എന്നത് അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും നായകത്വത്തിന്റെയും പ്രതീകമാണ്. സൂര്യൻ ദുർബലനാകുമ്പോൾ അത് നായകസ്ഥാനത്തിന് വെല്ലുവിളിയാകും. ബുധന്റെ മേലുള്ള സ്വാധീനം. ബുദ്ധിയുടെയും കളിതന്ത്രങ്ങളുടെയും ഗ്രഹമായ ബുധനും ഈ ദുർബലനായ സൂര്യന്റെ സ്വാധീനത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് സഞ്ജുവിന്റെ ഫോമിനെ ബാധിക്കുക എന്ന് ജ്യോതിഷി പറയുന്നു. 2026 മുതൽ 29 വരെയുള്ള ഫോം ഇടിവ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം 2026 മുതൽ 29 ജനുവരി വരെ സഞ്ജുവിന്റെ ബാറ്റിംഗ് ഫോമിൽ വലിയ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇതിനെല്ലാം പുറമെ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കുന്നത് കൊണ്ട് ടീമിന് ഒരു ഗുണവുമില്ലെന്നും ഈ വരുന്ന സെപ്റ്റംബറിന് ശേഷം ഒരു ടീമിനെയും അദ്ദേഹം നയിക്കാൻ പോകുന്നില്ലെന്നും ജ്യോതിഷി തറപ്പിച്ചു പറയുന്നു. ടീമിൽ എല്ലാവരും സഞ്ജുവിനെ ബഹുമാനിക്കുമെങ്കിലും അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലായിരിക്കില്ല. ഈ പ്രവചനം സഞ്ജുവിനെ നായകനായി കാണാൻ ആഗ്രഹിക്കുന്ന മലയാളി ആരാധകർക്ക് വലിയൊരു ആഘാതമാണ്. ഈ ജ്യോതിഷ പ്രവചനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സഞ്ജുവിന്റെ ശനിയുടെ മഹാദശ ആരംഭിക്കുന്നത് 2029 ജനുവരിയിലാണ്. ശനി പൊതുവെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമായാണ് അറിയപ്പെടുന്നത്. ജ്യോതിഷി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്:
ശനിയുടെ മഹാദശ സഞ്ജുവിന് ഗുണകരമായിരിക്കും. പക്ഷേ സഞ്ജുവിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ശനി ഒരിക്കലും പെട്ടെന്നുള്ള വിജയങ്ങളോ ഭാഗ്യമോ സമ്മാനിക്കില്ല. അതിനേക്കാളുപരി അദ്ദേഹത്തിന്റെ സ്ഥിരത, അച്ചടക്കം, ഉത്തരവാദിത്തം, സഹിഷ്ണുത എന്നിവ കഠിനമായി പരീക്ഷിക്കപ്പെടുകയുള്ളൂ. അതായത് വരും വർഷങ്ങളിൽ സഞ്ജുവിന് അത്ര എളുപ്പത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ഓരോ റണ്ണിനും ഓരോ അവസരത്തിനും വേണ്ടി അദ്ദേഹത്തിന് കഠിനമായി പോരാടേണ്ടി വരും. ക്യാപ്റ്റൻസിയിൽ നിന്നും മറ്റു പ്രധാന ചുമതലകളിൽ നിന്നും അദ്ദേഹം അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഈ പ്രവചനങ്ങൾ എത്രത്തോളം യുക്തിസഹമാണ്? സഞ്ജുവിന്റെ കളി മികവ് വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രവചനങ്ങൾ വിലപോകും. നമുക്ക് സഞ്ജുവിന്റെ നിലവിലെ ഫോമും റെക്കോർഡുകളും പരിശോധിക്കാം. ജ്യോതിഷികൾ എന്ത് തന്നെ പ്രവചിച്ചാലും സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ നിലവിൽ നിൽക്കുന്നത് കരിയറിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലാണ്. ഈ വർഷം നാട്ടിലും ശ്രീലങ്കയിലുമായി നടന്ന ICC T20 ലോകകപ്പിൽ സഞ്ജു കാഴ്ചവെച്ച ഹീറോയിസം നമ്മൾ ആരും മറന്നിട്ടില്ല. ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ചതിൽ സഞ്ജുവിന്റെ പങ്ക് സമാനതകളില്ലാത്തതാണ്. ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കൂടിയായിരുന്നു നമ്മുടെ സഞ്ജു. ലോകകപ്പിലെ സഞ്ജുവിന്റെ മാജിക്കൽ കണക്കുകൾ ഇങ്ങനെയാണ്. ടൂർണമെന്റിലെ ഇന്ത്യൻ ടോപ്പ് സ്കോറർ 321 റൺസ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്നിംഗ്സ്. സൂപ്പർ 8-ലെ ഡു ഓർ ഡൈ മത്സരത്തിൽ കനത്ത സമ്മർദ്ദത്തിൽ ക്രീസിലെത്തി പുറത്താകാതെ നേടിയ 97 റൺസ് ഇന്ത്യയുടെ വഴിത്തിരിവായി. സെമിഫൈനൽ, ഫൈനൽ ഹീറോയിസം. സെമിയിലും ഫൈനലിലും തുടർച്ചയായി 80-ലധികം റൺസ് നേടിക്കൊണ്ട് ടീമിന്റെ രക്ഷകനായി. ലോകകപ്പിലെ ഈ അവിശ്വസനീയമായ പ്രകടനത്തിനു ശേഷം IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തന്റെ കന്നി സീസൺ കളിച്ച സഞ്ജു അവിടെയും തരംഗമായി മാറി. 2 തകർപ്പൻ സെഞ്ചുറികളും ഒരു 50യുമടക്കം CSKയുടെയും ടോപ്പ് സ്കോറർ സഞ്ജു തന്നെയായിരുന്നു. ഇത്രയും മികച്ച ഫോമിൽ കളിക്കുന്ന, ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു കളിക്കാരന് എങ്ങനെയാണ് പെട്ടെന്ന് ഫോം ഔട്ടാകാൻ കഴിയുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ക്രിക്കറ്റ് ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം പ്രവചനങ്ങളെയും വിമർശനങ്ങളെയും തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് തച്ചുടച്ച ഒരുപാട് താരങ്ങളെ നമുക്ക് കാണാം. സാക്ഷാൽ MS ധോണിയും വിരാട് കോഹ്ലിയും കരിയറിന്റെ പല ഘട്ടങ്ങളിലും ഇത്തരം കരിനിഴലുകളെ അതിജീവിച്ചവരാണ്. സഞ്ജുവിന്റെ കാര്യത്തിലും ഇത് വ്യത്യസ്തമാകില്ല. സഞ്ജുവിന് നിലവിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. സെലക്ടർമാരുടെ അവഗണനകളെയും രാഷ്ട്രീയത്തെയും അതിജീവിച്ച് ലോകകപ്പിലെ മികച്ച താരമാകാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനമായ മനസാന്നിധ്യം മാത്രമാണ്. ജ്യോതിഷിയുടെ പ്രവചനം പോലെ സെപ്റ്റംബറിന് ശേഷം സഞ്ജു ക്യാപ്റ്റനാകില്ലേ, അല്ലെങ്കിൽ ഫോം നഷ്ടപ്പെടുമോ എന്നത് മൈതാനത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ തന്നെ തീരുമാനിക്കും. ഗ്രഹനിലയേക്കാൾ വലുത് ഒരു കളിക്കാരന്റെ നിശ്ചയദാർഢ്യമാണെന്ന് സഞ്ജു അയർലൻഡിൽ തെളിയിക്കുമെന്നാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ വിശ്വാസം. അയർലൻഡ് പര്യടനത്തിൽ സഞ്ജു സാംസൺ വീണ്ടും ഒരു റൺവേട്ട നടത്തുമെന്നും ഈ ജ്യോതിഷ പ്രവചനങ്ങൾ വെറും ജലരേഖയായി മാറുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ പ്രവചനത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ക്രിക്കറ്റിൽ ഗ്രഹനിലകൾക്ക് സ്ഥാനമുണ്ടോ, അതോ സഞ്ജു തന്റെ ബാറ്റ് കൊണ്ട് ഇതിനെല്ലാം മറുപടി നൽകുമോ? വരാനിരിക്കുന്ന അയർലൻഡ് പരമ്പരയിൽ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെയും മറ്റ് കായിക ലോകത്തെയും ഇതുപോലെയുള്ള ചൂടുപിടിച്ച വാർത്തകളും കൃത്യമായ വിശകലനങ്ങളും ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.